ഹലോ, എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് യൂട്യൂബ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും അതായത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് വെച്ചിട്ട് ചിലർക്ക് വരുമാനം കിട്ടാറുണ്ട്. അത് ആൾക്കാർ കാണുന്നുമില്ലിരിക്കും, ആ എണ്ണം പോലിരിക്കും. അത് വെച്ചിട്ടാണ്. അപ്പോൾ പക്ഷേ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചെയ്യാം. അതും ചെയ്യാതെ വെറുതെ നമ്മൾ കരഞ്ഞിട്ട് ആവശ്യമില്ല. അത് ഒരു അനാവശ്യമാണ്. മീൻസ് അങ്ങനെയും നമ്മൾ ശ്രമിക്കണം, അറ്റംപ്റ്റ് ചെയ്യണം. അത് പിന്നെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഗുണമില്ല, ഗവൺമെൻറ്റിനെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഗുണമില്ല. അത് നിങ്ങൾ സമൂഹത്തെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെയും നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്ന നേരത്ത് അതായത് ഈ ഉള്ളടക്കം ചെയ്യുന്നവർ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം നമ്മളൊരു വീഡിയോ എടുക്കാൻ നേരത്ത് നമ്മൾ അതിനകത്ത് പല എന്താ പറയുക ഒരു കളർ വരുത്താൻ വേണ്ടി പല എഡിറ്റിങ്ങും എല്ലാം ചെയ്യാറുണ്ട്. പല അതിനുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് അതായത് ഈ യൂട്യൂബ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നിർമ്മിത ബുദ്ധി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന മുമ്പേ നമുക്കിപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷർട്ടിൽ ചുളിവുണ്ട്, അതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് ചുളിവുകളൊക്കെ മാറ്റി, അതുപോലെ നമ്മുടെ സ്കിന്നിന് ടെക്സ്ചർ അതൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തി അങ്ങനെ ഒരു കാര്യം യൂട്യൂബ് ചെയ്യാറുണ്ട്. അത് നോട്ട് ചെയ്യാറുണ്ട്. റെഗുലറായിട്ട് വീഡിയോ എടുക്കുന്നവരെ അത് നോട്ട് ചെയ്യാറുള്ളൂ. അവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് ഇപ്പം യൂട്യൂബ് മാനേജ്മെൻറ്റ് സമ്മതിച്ചു, അത് ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. അത് പല ആൾക്കാരും കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ പിന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇപ്പം എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ ചോദ്യം എന്ന് പറയുന്ന നേരത്ത് വേറൊന്നുമല്ല. ഇത് നമ്മളോട് ചോദിച്ചിട്ട് വേണ്ടേ അവർ ചെയ്യേണ്ട എന്നൊരു ചോദ്യം എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്